നിങ്ങൾ എല്ലാവരോടും കൂടെ ഒരല്പസമയം ഒരുമിച്ചായിരിക്കാനും ദൈവം തന്ന നല്ല സമയത്തിന് ദൈവത്തോടും അവിടെയുള്ള എല്ലാ സഹോദരങ്ങളോടും നന്ദി പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ദൈവം തരുന്ന വിലപ്പെട്ട സമയങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവമുമ്പാകെ ആയിരിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചല്ലോ, നടത്തിയല്ലോ. പാതാളത്തിൻ്റെ ആടുകളായി മൃത്യു മേയിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിൻ്റെ ജീവൻ തന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തിൻ്റെ വഴികളെ ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവ സ്നേഹസ്വരൂപനായ ദൈവപുത്രൻ്റെ രാജ്യത്തിലാക്കിയതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ദൈവവചനത്തിൽ കാണുന്നതാണ് ദൈവത്തിൻ്റെ ജീവൻ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് മരണം. ജീവൻ്റെ ഓപ്പോസിറ്റാണ് മരണം. അതൊരു അവസ്ഥയാണ്. മരണം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, എന്നാലൊരു അവസ്ഥയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവൻ പോലെ ഒരവസ്ഥയാണ് മരണം. ദൈവവചനം അതിനെ ഒടുവിലത്തെ ശത്രു എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് മരണത്തെ. അപ്പോൾ ഈ മരണവും ജീവനും തമ്മിലുള്ള ഈ രണ്ടവസ്ഥകൾ തമ്മിലുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 2 കൊരിന്ത്യർ 4:10. അവിടെ നമ്മൾ വായിക്കുന്നത്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ഈ ജീവനെയും മരണത്തെയും ഇവിടെ പറയുന്നുണ്ട്. യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ മരണം, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ജീവനും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കത് അനുഭവമാക്കാനായിട്ടും കഴിയും. കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് ഈ 2 കാര്യങ്ങളെയും തൻ്റെ അനുഭവത്തിലാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 7-ാം അധ്യായത്തിൽ എബ്രായർ 5-ന്റെ 7-ാം വാക്യം മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ അനുഭവം, കർത്താവ് ഈ മരണത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിലൂടെ കർത്താവ് നമുക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഈ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മളിൽ വർക്കാകാതെ വരുമ്പോഴാണ് നാം ദൈവകൃപയിൽ നിന്ന് വീണ് പോവുകയും നമ്മളിൽ പാപം കർത്തൃത്വം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോൾ ഈ മരണത്തിൻ്റെ ഈ വ്യാപാരത്തിൻ്റെ വിവിധ അനുഭവങ്ങളെ നമുക്ക് നോക്കാം. അപ്പോൾ യേശുവിൻ്റെ മരണവും നമ്മുടെ ജീവിതത്തിൽ അത് വർക്കാവുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. യേശു ജീവിതത്തിൽ ഉടനീളം ഈ ക്രൂശും ഈ മരണവും ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവസാനം അൾട്ടിമേറ്റായിട്ട് ക്രൂശിൽ മരിക്കുകയാണ് കർത്താവ് ചെയ്തത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നാം ആദ്യം ക്രൂശിൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്നു. പിന്നെ നമ്മൾ നാൾതോറും ഈ ക്രൂശ് ചുമക്കുകയും ഈ യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന വഴി.
അപ്പോഴേ ഈ കർത്താവിന് ഈ മരണത്തിനൊരു വേദനയുള്ളതായിട്ട് നമുക്കറിയാം. അത് കർത്താവ് ശരീരത്തിൽ ഉടനീളം വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും കാഠിന്യമായ അനുഭവം ക്രൂശിലെ മരണമല്ല. അതിനു മുമ്പായിട്ട് ഗെത്സമനയിൽ കർത്താവ് വഹിച്ച വേദനയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു മോഡൽ എക്സാം ആയിരുന്നു ഗെത്സമനയിൽ നടന്നത്, ഐശ്വര്യമായ അത്. പിന്നീട് അത് ശാരീരികമായിട്ടുള്ള കർത്താവ് ഗാൽഗുത്തായിൽ ക്രൂശിൽ വഹിച്ചതാണെന്നും നമുക്ക് തിരുവഴുത്തിലൂടെയും ദൈവദാസന്മാരിലൂടെയൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നതായ ഒരു സത്യമാണ്. അപ്പോഴാ മോഡൽ എക്സാമിൽ കർത്താവ് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പീനെന്ന് തൻ്റെ ശിഷ്യന്മാരോടൊക്കെ കർത്താവ് പറയുകയുണ്ടായി. അത്രയ്ക്ക് താൻ മരണത്തിൻ്റെ വേദന ശരീരത്തിൽ ജീവനോടെ തന്നെ താൻ അനുഭവിച്ചതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ മരണത്തിന് വേദനയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു മരണത്തിന് ഭയവും ഉള്ളതായിട്ട് കാണാൻ കഴിയും. മരണത്തിൻ്റെ അധികാരി പിശാചാണ്. അപ്പോൾ അവൻ നമ്മളിൽ ഭയം വരുത്തുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ ആ നിലയിൽ മരണത്തിൻ്റെ ഭയം കൊണ്ടുവരുന്നത് എപ്പോഴും പിശാചിൻ്റെ അനുഭവമാണ്. എന്നാൽ ആ ഭയത്തിൽ നിന്ന് നമ്മളെ കർത്താവ് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ വിടുവിച്ചു. തൻ്റെ ഈ മരണത്തെ ജയിച്ചതിലൂടെ കർത്താവ് നമുക്കും അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയണം എന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ആ നിലയിൽ എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിലൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 9-ാം വാക്യത്തിലെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി നാം കാണുന്നു. അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. എബ്രായർ 9-ന്റെ 14-ഉം 15-ഉമാണ് നമ്മൾ വായിക്കുന്നത്. എബ്രായർ 2-ന്റെ 14-ഉം 15-ഉം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് ഈ മരണത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിലൂടെ ആ പിശാചിൻ്റെ അധികാരം ഇതിന്മേലുണ്ടായിരുന്നത് നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് ഭയം ഉള്ള എല്ലാവരെയും കർത്താവ് ഇത് നിവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വിശ്വാസത്താൽ ഏറ്റെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിന് വേണ്ടി ഈ വിശ്വസ്തരായിട്ട് നിൽക്കാൻ ഈ വാഗ്ദാനം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. കാര്യം നമ്മളൊരു ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുത്താണ് അവിടുന്ന് പോകുന്നത്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും എന്നുള്ള ദൈവവചനം ഉദ്ധരിച്ചാണ് നമ്മൾ ഈ ശിഷ്യത്വത്തിൻ്റെ ആദ്യ പടി നമ്മൾ ചവിട്ടുന്നത്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ മരണഭയമില്ലാത്തവരായിട്ടാണ് ലോകത്തിൽ ജീവിക്കേണ്ടത്. അതിനുവേണ്ടി കർത്താവ് ഈ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കർത്താവിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് ഒരു ഭയം കൂടാതെ അവസാനം വരെ നിന്നാണ് അത് സഹിച്ചത്. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കർത്താവ് അങ്ങനെ നിന്നിട്ടാണ് ഈ ദൈവവചനം പറയുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ നിന്നവരായിട്ടുള്ള സാക്ഷികളെയും നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയും. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു. ആ മാതൃകയിൽ കൂടെ പോയ വ്യക്തിത്വങ്ങളെയും നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ 15-ാം അധ്യായം 25-ാം വാക്യത്തിൽ
നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർണബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. അപ്പോഴാ ഒരു കർത്താവ് മാത്രം കടന്നു പോയ ആ വഴിയിലൂടെ ആ പോയിന്റ് വരെ എത്തിയവരാണ് ഇവരൊക്കെ എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ നമുക്കും ആ പോയിന്റ് വരെ എത്താനുള്ള വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഗൗരവം, അതിൻ്റെ മഹത്വം, അതിൻ്റെ വില നമ്മൾ ഗ്രഹിച്ചവരായിരിക്കണം എന്ന് നമ്മൾ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു കാര്യം അനുഭവമാക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ യേശുവിൻ്റെ മരണം പല മേഖലകളിലും നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഈ യേശുവിൻ്റെ മരണവുമായിട്ട് നമ്മൾ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ലെങ്കിലും അറിഞ്ഞാലും അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നമ്മൾ അറിഞ്ഞ് അതിൻ്റെ ഗൗരവത്തോടെ അതിനെ കാണാമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹകരമാണ്. ലോകത്തിൽ രണ്ട് തരം മരണമുണ്ട്. അത് നമുക്ക് മരണത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പാപസംബന്ധമായി മരിക്കുക, രണ്ടാമത്തേത് പാപത്തിൽ മരിക്കുക. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളെങ്കിലും അതിന് വലിയ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. പാപസംബന്ധമായി മരിക്കുക എന്നുള്ള ഒരു ആത്മീയ അനുഭവമാണ്. പാപത്തിൽ മരിക്കുക എന്നുള്ളത് ലോകത്തിലുള്ള സാധാരണ ഒരു സംഭവമാണ്. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും കർത്താവ് ഈ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയൊക്കെ കടന്നു പോയതിൻ്റെ ഉദ്ദേശം നമ്മൾ പാപസംബന്ധമായി മരിക്കണമെന്നാണ്. പാപസംബന്ധമായി മരിച്ചവരായി തീരണം. ആ പാപസംബന്ധമായ എല്ലാ ജീവനും നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. 1 പത്രോസ് 2:24 നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അവിടെ നമ്മൾ പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എല്ലാവർക്കും വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മൾ പാപസംബന്ധമായി മരിക്കണം, മാത്രം പോരാ നീതിക്ക് ജീവിക്കണം. ഇതിനു വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അങ്ങനെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയാകും. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുക. പാപസംബന്ധമായി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പം തന്നെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ലോകം എല്ലാവരും പാപത്തിൽ മരിക്കുന്നത് പോലെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി എന്നുള്ളതിൻ്റെ ഒരു ആരംഭം അവിടെ കുറിക്കുകയാണ്. നമുക്കിവിടെ യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങളെ ഇതിനുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. യാക്കോബ് ഉബായി ആയിരുന്നു. അപ്പൻ്റെ ഭവനത്തിൽ തൻ്റെ അപ്പനെയും സഹോദരനെയും ഒക്കെ കളിപ്പിച്ച് ഒരു തരത്തിൽ ആ നിലയിൽ താൻ പോയ വ്യക്തിയാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഒരു സമയത്ത് ഇതിൽ നിന്നെല്ലാം മാറ്റിയ ഒരു അനുഭവം നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ഈ യാക്കോബിൻ്റെ അനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ആദ്യമായിട്ട് യാക്കോബ് ഈ ഒരു അനുഭവത്തിൽ മുമ്പോട്ട് പോയി. അതിൽ നിന്ന് യാക്കോബിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു മരണത്തിൻ്റെ ഭീതിയിലൂടെയും അതുപോലെ ഒരു പ്രത്യേകമായ ഒരവസ്ഥ തൻ്റെ ജീവിതത്തിൽ വന്നു. താൻ കളിപ്പിച്ചു പോയ ഏശാവിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഭീതി ഉണ്ടായി. അപ്പോൾ താൻ ആ ഭീതി നിമിത്തം താൻ ഇതിനെ തരണം ചെയ്യാനായിട്ട് താൻ പല മാർഗങ്ങൾ ചെയ്തു നോക്കി. ബുദ്ധിപരമായിട്ട് തൻ്റെ ഉപായത്തിൽ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയത് നമുക്കിവിടെ കാണാൻ കഴിയും. 32-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ താൻ അവിടെ ഉപായം പ്രയോഗിക്കുന്ന കാണാനായിട്ട് കഴിയും. താൻ ഈ വഴിയെ തനിക്ക് പോകണം, പക്ഷേ ആ വഴിയിൽ ഏശാവ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത്, അനന്തരം യാക്കോബ് ഏതോ നാടായ സോയിർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്ന, അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എൻ്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിന്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്ന് വരെ അവിടെ
താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും ഉണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളെ അയക്കുന്നത്. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ആ നിലയിൽ തൻ്റെ യാക്കോബിന് വളരെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് തന്നെ എതിരേൽക്കാൻ ആഗ്രഹിച്ചു. ആദ്യം ആളെ വിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ഏശാവ് ഇത് കേട്ട് ഉടനെ ഏശാവ് തൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളുമായിട്ട് തന്നെ യാക്കോബിനെ എതിരേൽക്കാൻ വരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പോയവരിൽ നിന്ന് തനിക്ക് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി, അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു. അപ്പോൾ യാക്കോബ് ഭയപ്പെട്ടു. കാര്യം നേരത്തെ ഏശാവ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊന്നുകളയുമെന്ന്. ഈ ഏശാവ് ഒരു പ്രതിജ്ഞയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും എൻ്റെ അവസാന സമയമായെന്ന് ഏകദേശം യാക്കോബ് മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ ഉപായമൊന്നും ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സമ്മാനമൊക്കെ സ്വീകരിച്ച് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വരുന്നത്. എന്നാൽ ഇദ്ദേഹം 400 ആളുകളുമായിട്ട് എന്നെ എതിരേൽക്കാൻ വരുന്നതിൽ താൻ മരണം അവിടെ മണത്തു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യേശാവ് അപ്പം തന്നെ പിന്നെയും അടുത്ത നടപടികൾ എടുത്തു. തൻ്റെ കൂട്ടത്തെയൊക്കെ വിഭാഗിച്ച് ഏറ്റവും മുമ്പിൽ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചൊക്കെ നിർത്തി, താൻ പ്രിയപ്പെടുന്നവരെയൊക്കെ അവസാനം നിർത്തി എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കൂട്ടത്തെ ആ നിലയിൽ വിഭാഗിച്ചു. ഒരു അറ്റാക്ക് വന്നാലും എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതിൻ്റെ അവസാന പിടിവള്ളിയായിട്ട് യാക്കോബ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കഴിയും. എന്നാലും തനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരമാകുകയില്ലെന്ന് അദ്ദേഹത്തിന് യാക്കോബിൽ മനസ്സിലായി. അവസാനം താൻ യാബോക്ക് കടവിലൊക്കെ അവിടെ പോയി ദൈവത്തോട് മല്ല് പിടിക്കുന്ന ഒരു അവസ്ഥകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വെച്ച് താൻ ആ കാര്യത്തിൽ ബലാത്കാരനെ അത് അവകാശമാക്കിയതും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 28-ാം വാക്യം, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തെ മുഖമായി കണ്ടിട്ടു, എനിക്ക് ജീവഹാനി വന്നില്ലെന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു എന്ന് നമുക്ക് അവിടെ കാണാം. അപ്പോൾ യാക്കോബിന് 2 ഭയമായിരുന്നു. ഒന്ന്, പിശാചിൻ്റെ സ്ഥാനത്ത് ഇവിടെ യാക്കോബിനെ കാണുന്നു. ഈ ദൈവത്തെ കണ്ടാലും മരണം സംഭവിക്കുമെന്നുള്ള ധാരണ തൻ്റെ ജീവിതത്തിലുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയ്ക്കായിരുന്നു യാക്കോബ് ഇവിടെ നിന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത്ര ഒരു മരണഭീതിയുടെ നടുവിലാണ് യാക്കോബ് ആ സമയം കടന്നുപോയതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ പക്ഷേ അവിടെ താൻ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് താൻ മരിച്ചില്ലെന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തെ തന്നെ അത് മാറ്റി, തൻ്റെ പഴയ പേര് തന്നെ മാറ്റി, തന്നെ പുതിയ ആളാക്കി എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം പോലെ യാക്കോബിന് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തൻ്റെ ഒരു പുതിയ പേരോടെ തന്നെ തുടർന്നുള്ള ജീവിതം ഇസ്രായേൽ എന്ന പേരോടെ തന്നെ ജീവിക്കാൻ ഇടയായി. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ കണ്ടുമുട്ടലും അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരവും ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസവും അതിനെ തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനുള്ള നിലപാടുകളും അതിനായിട്ട് ദൈവം നമുക്ക് ദൈവം തന്ന ദാനമാകുന്ന പരിശുദ്ധാത്മാവും ഇതെല്ലാം ഈ അനുഭവങ്ങളോട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ യഥാർത്ഥമായിട്ട് ദൈവിക ജനനം സംഭവിച്ച ഓരോരുത്തരുടെ ജീവിതത്തിൽ അതുപോലെ ഓരോ അനുഭവങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അതൊരു മരണ ഭയത്തെ ജയിക്കുകയും മരണത്തെ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ മരണം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം സംഭവിക്കുകയാണ്, നമ്മുടെ മരണഭയം എന്ന അനുഭവമാണ് നമുക്കവിടെ മരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 27-ാം വയസ്സിൽ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ച്
കർത്താവിൽ വിശ്വസിച്ചപ്പോൾ യഥാർത്ഥ ദൈവിക ആശ്വാസവും സമാധാനവും ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു എന്ന് എനിക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തിലുള്ള ശൂന്യതകളെ ദൈവം മാറ്റിയത് ഇന്നലെ എന്ന പോലെ എനിക്ക് ഓർക്കാനായിട്ട് കഴിയും. തുടർന്ന് പക്ഷേ ആ സമാധാനത്തിൽ എനിക്ക് തുടരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പല തിരഞ്ഞെടുപ്പുകളും ആവശ്യമായിട്ട് വന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ ആ നിലയിൽ തിരഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിനെ നമ്മൾ പിൻഗമിക്കുമ്പോൾ നമുക്ക് പലതിനോടുള്ള സ്നേഹത്തിൽ നോടുള്ള ഒരു മരണം നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് പല പ്രിയമായിരുന്ന പലതിനോടും നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ മരിക്കേണ്ടതായി വരും. നമ്മുടെ പല പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമുക്ക് മരിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഭാര്യ, വസ്തുവകകൾ എന്നിവയ്ക്ക് മരിച്ചവരാകുന്നോ ഇല്ലയോ എന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിലയിൽ കർത്താവിൻ്റെ പാതയിൽ പിന്നെയും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെ തീരുമാനിക്കുമ്പോൾ ആ ഒരു മരണം ജീവിതത്തിൽ അറിയേണ്ടി വരും. എന്നാൽ അത് നമ്മളിൽ പുതിയൊരു ജീവൻ അതിലൂടെ നമുക്ക് പകരും, മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരും എന്നുള്ള ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മൾ മരിക്കേണ്ട അനേക അനുഭവങ്ങൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ദൈവം തരും. ഇങ്ങനെ പല ലോകത്തിന് വ്യത്യസ്തമായ ചില നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ലോകം നമ്മളെ നിന്ദിക്കുകയും പകയ്ക്കുകയും നമ്മളെ പല നിലയിലും ഒഴിവാക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മരണം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ആ മരണം ജീവിതത്തിൽ അനുഭവിക്കുമ്പം തന്നെ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ അനുഭവമാവുകയും ചെയ്യും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ മരണം ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ ജീവനും അറിയാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാപത്തെ സംബന്ധമായ ഈ ഒരു മരണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്തരം മരണം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയാത്തൊരു പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയൊരു പാത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പാതകളിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞ യേശുവിനെ പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ, ചില നിയമങ്ങളുള്ള ഒരാളായിട്ടാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ആദ്യത്തെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവവചനത്തിലെ നിയമങ്ങൾ നോക്കി ജീവിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ തുടർന്ന് ചെയ്യും. കാര്യം ഇത്രയും വന്നതൊക്കെ ശരിയാണ്, ദൈവം ജീവൻ തന്നു, തുടർന്ന് പോകാനുള്ള വഴി നമ്മൾ ചില നിയമവ്യവസ്ഥയിലൂടെയാണ് കാണുന്നത്. അങ്ങനെ ഒരു പാതയിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈ നിയമങ്ങളൊന്നും പാലിച്ച് നമ്മളെ കൊണ്ട് ജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം തുടർന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ജീവിത വഴി മുട്ടുമ്പോൾ നിയമം സംബന്ധിച്ച് നമ്മൾ മരിക്കേണ്ടതായ ഒരു അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ദൈവവചനത്തിലെ ആ ഒരു മരണത്തിൻ്റെ വേറൊരു അനുഭവമാണ് ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുക എന്ന് തിരുവഴുത്തിൽ പൗലോസൊക്കെ തൻ്റെ ജീവിതാനുഭവങ്ങളോടുകൂടെ പറയുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. റോമർ 7:4. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോഴേ ഇങ്ങനെ ഒരു മരണം കൂടെ നമ്മൾ ജീവിതത്തിൽ കടന്നു പോവുകയും അതിലും മരിക്കേണ്ടതായ ഒരു അനുഭവം ഈ ആത്മീയ പാതയിലുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഈ അനുഭവത്തെ നമുക്ക് യാക്കോബിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബ് ലാബാൻ്റെ മകളെ തനിക്ക് ഇഷ്ടമായി വിവാഹം കഴിക്കാനായിട്ട് താൻ തീരുമാനമെടുത്തു. എന്നാൽ ആ വിവാഹത്തിൽ ചില കാര്യങ്ങൾ, നമ്മുടെ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് കാണാം.
ഉൽപ്പത്തി 29 18 മുതൽ 20 വരെ നമുക്ക് ആദ്യം വായിക്കാം. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവനെ അല്പകാലം പോലെ തോന്നി. എന്നാൽ ഈ 7 വർഷം കഴിഞ്ഞപ്പോൾ ലാബാൻ ചെയ്തത്, താൻ ആദ്യം ഈ റാഹേലിൻ്റെ സഹോദരിയായ ലേയെ ആണ് തനിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹം കഴിഞ്ഞ് അവിടുത്തെ മര്യാദ പ്രകാരം രാവിലെ നേരം വെളുത്തപ്പോഴാണ് ഈ യാഥാർത്ഥ്യം തനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതിൻ്റെ 25-ാം വാക്യം വായിക്കുന്നത്, നമ്മൾ നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് വേണ്ടി മുമ്പേ ഇളയവളെ കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായിട്ട് കൊടുത്തു. അപ്പോഴേ ആ ഒരു മര്യാദ, അപ്പോൾ ഈ ന്യായപ്രമാണത്തിലൂടെ കടന്നുക്കാതെ നമുക്ക് യഥാർത്ഥമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള വിവാഹബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയുകയില്ലെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ അങ്ങനെയും ദൈവവചനം നമ്മളെ, പുതിയ നിയമം നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നമുക്ക് ആ ചില വാക്യങ്ങളോട് നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. റോമാലേഖന 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോടൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നാൽ ഈ ഈ ന്യായപ്രമാണം ഒരിക്കലും നീങ്ങിപ്പോകാത്തതാണ്, അല്ലെ ന്യായപ്രമാണത്തിന് നീക്കം വരാത്തതാണ്. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ നമ്മളിൽ ഒരു മരണം നടന്നാലേ അതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ തിരുവെഴുത്തുകൾ നമ്മളെ മനസ്സിലാക്കുന്നത്. ഗലാത്യ ലേഖനം പ്രത്യേകിച്ച് ഈ ന്യായപ്രമാണ സംബന്ധമായ മരണത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്ന ഒരു അധ്യായമാണ്. പ്രത്യേകിച്ച് ന്യായപ്രമാണ ആചാരങ്ങൾ പലതും ഗലാത്യ സഭയിൽ കടന്നു കൂടിയപ്പോൾ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ഒരു ലേഖനമാണല്ലോ ഈ ഇതിൽ. അപ്പോഴതിനെ വളരെ ന്യായപ്രമാണ സംബന്ധമായി മരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനെക്കുറിച്ചുമാണ് ഈ ഗലാത്യ ലേഖനത്തിൽ വളരെ ഊന്നൽ നൽകി നമുക്ക് എഴുതിയിരിക്കുന്ന ഒരു ദൈവവചന ഭാഗങ്ങൾ. അവിടെ ഗലാത്യർ 2-ന്റെ 19-ാമത്തെ വാക്യം, ഗലാത്യർ 2-ന്റെ 19-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അതിൻ്റെ 20, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നതോ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതിൻ്റെ 21-ാം വാക്യം, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുത്താൻ കൂടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതെന്ന് ഇവിടെ ഗലാത്യരോട് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയും. അതുപോലെ ഈ ന്യായപ്രമാണം നമുക്ക് വളരെ അസ്വാതന്ത്ര്യം തരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അതിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യപ്പെടുത്താനാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുതെന്നാണ് ഗലാത്യരെ അവിടെ ഓർപ്പിക്കുന്നത്. ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മയക്കിക്കളഞ്ഞത് ആരെന്നൊക്കെ അവിടെ പൗലോസ് അവരോട് പറയുന്നുണ്ട്. അതുപോലെ ഗലാത്യർ 1-ൽ പറയുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ,
അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോഴേ ഈ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വം എന്ന് പറയുന്നത് ഒരു അടിമ നുഖമായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്താൽ അതിൻ്റെ 4-ാം വാക്യം, ഗലാത്യർ 5:4, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ പാപത്തിൽ നിന്ന് വീണു പോകുന്നതും കൃപയിൽ പാപത്തിൽ നമ്മൾ തോൽപ്പിക്കപ്പെടുമ്പോൾ കൃപയിൽ നിന്ന് വീഴുന്നതിനെക്കുറിച്ച് ചിന്തിച്ച പോലെ നമ്മൾ ഇവിടെയും നമ്മുടെ കൃപയിൽ നിന്ന് വീഴുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ന്യായപ്രമാണ സംബന്ധമായ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ട കാര്യമാണ്. അത് കർത്താവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം ആയിരിക്കുമ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നുള്ള വെല്ലുവിളികളുടെ മുമ്പിലും അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ആ മരണം നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ നിലയിൽ കർത്താവിൽ നിന്ന് ജീവൻ ആദ്യ അനുഭവങ്ങൾ പ്രാപിച്ചെങ്കിലും പിന്നീട് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ കർത്താവിൽ നിന്ന് നമ്മൾ മാറി പല നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് വലഞ്ഞ നാളുകളെ ഞാൻ ഓർക്കുന്നു. ചട്ടങ്ങളും നിയമങ്ങളും നമുക്ക് ആവശ്യമെങ്കിലും അതിൻ്റെ അടിമയായി ജീവിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിക്കുക എന്നുള്ള കാര്യം. ഗലാത്യർ തന്നെ നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ വായിക്കാം. അതിൻ്റെ 24-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനിയും ശിശുപാലകൻ്റെ കീഴിലല്ല. അപ്പോഴിത് ദൈവം അനുവദിച്ച് തന്നെ തന്നിരിക്കുന്ന ഒരു ആത്മീയ ജീവിതയാത്രയിലെ ഒരു അനുഭവമാണ് ന്യായപ്രമാണ സംബന്ധമായ മരണം. ആ ന്യായപ്രമാണം നമ്മളൊരു ശിശുപാലകൻ, അല്ലെങ്കിൽ നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ്. അവർക്ക് അവർ സ്വയമായിട്ട് തീരുമാനമെടുത്തല്ല പറയുന്നത്. അവരെ വടിയെടുത്തും അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞും അവരെ പ്രത്യേക ഒരു പാതയിലൂടെ നടത്തുക എന്ന് പറഞ്ഞ പോലെ ഈ ന്യായപ്രമാണം ദൈവം നമ്മുടെ ആത്മീയ ജീവിത പാതയിൽ ആ നിലയിൽ വെച്ചിരിക്കുന്ന ഒരു ശിശുപാലകനാണ് എന്നാണ് ഇവിടെ ഗലാത്യർ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്ന വേറൊരു കാര്യം. അപ്പോൾ ഈ രണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ യേശുവിൻ്റെ മരണമാണ് ഇത് രണ്ടും. യേശുവിൻ്റെ മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതും അനുഭവമാക്കേണ്ടതുമായ അനുഭവങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. വേറെ പിന്നെയും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ സ്വയം അല്ലെ ജഡത്തിന് മരിക്കേണ്ടതായ പല കാര്യങ്ങൾ നമുക്ക് പിന്നെയും മുമ്പോട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ മരിക്കണം. അതുപോലെ നമ്മുടെ സ്വയത്തിന് മരിക്കണം. നമുക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടാന്ന് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജഡം ഇഷ്ടപ്പെടുന്ന പ്രതികരണ രീതികൾക്ക് നമ്മൾ മരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പല ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് അനുഭവമാക്കാം. ഈ മരണം നമുക്ക് ശരീരത്തിൽ വഹിക്കാവുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ദൈവം നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ വെച്ചിരിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ എന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോഴിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ലോകത്തിൽ നോക്കിയാൽ ഇന്ന് മുഴുവൻ കള്ളസാക്ഷ്യങ്ങളും അതിലൂടെ മനുഷ്യരെ കൊടുക്കുകയും കള്ളസാക്ഷ്യങ്ങൾക്കെതിരെ തെറ്റായ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുകയും
അതിനെ തുടർന്നുള്ള വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് കലുഷിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഏറ്റെടുക്കാൻ തരുന്ന അവസരങ്ങളായിട്ട് നമ്മളതിനെ തിരിച്ചറിയണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല പാതയിലും നമുക്കത് വെച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഭയപ്പെടാതെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും ഈ മരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഏൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ജീവൻ നമുക്ക് ജീവിതത്തിൻ്റെ പ്രായോഗിക അനുഭവങ്ങളിൽ നമുക്ക് അനുഭവമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ നിലയിൽ നമ്മൾ സ്വയത്തിന് നമ്മൾ ആ സമയത്ത് മരിച്ചില്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ജീവൻ്റെ അനുഭവങ്ങൾ നമുക്ക് അനുഭവമാക്കാനായിട്ട് കഴിയുകയില്ല. പൗലോസൊക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങളിലും കൂടെയൊക്കെ കടന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പല കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കാര്യം, ഇതിലൂടെ യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഏറ്റെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണത് എനിക്കത് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത്. നമ്മളും ആ പാതയിലൂടെ പോകണം എന്നുള്ളതാണ് കർത്താവ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ആ നിലയിൽ ഉപദേശിക്കാൻ കാരണം. അപ്പോൾ ആ നിലയിൽ നമുക്ക് ചില വാക്യങ്ങളുടെ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. 10-ാം വാക്യം, അവൻ മരിച്ചതുപോലെ പാപസംബന്ധമായ ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. ആവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ആ നിലയിൽ നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിൻ്റെ മരണം നമുക്ക് ശരീരത്തിൽ വഹിക്കാവുന്ന അവസരങ്ങളാണ്. നമ്മൾ ഈ ദൈവവചനത്തിലൊരു അനുഭവം ഇതിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പല ദൈവത്തിൻ്റെ നീതി ലോകത്ത് നടപ്പാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചിലർ ദൈവത്തിൻ്റെ ഈ മരണം ഏറ്റെടുക്കേണ്ട അനുഭവങ്ങളെ നമുക്ക് ലോകത്തിൽ തന്നെ കാണാൻ കഴിയും. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നാബോത്തിൻ്റെ നിലം ആഹാബ് കൈവശമാക്കുന്ന ഒരു അനുഭവമാണ് അവിടെ 21-ാം അധ്യായം പറയുന്നത്. അപ്പോൾ ഇത് ആഹാബ് നാബോത്തിനോട് ചോദിച്ചപ്പോൾ നാബോത്ത് തൻ്റെ പിതാക്കന്മാരുടെ അവകാശം വിട്ടു തരാൻ കഴിയുകയില്ലെന്നുള്ള തൻ്റെ നിലപാട് അറിയിച്ചു. അപ്പോൾ ഒരു രാജ്യത്തെ രാജാവിനോട് അത് പറയുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതികരണങ്ങൾ അവിടെയും ഉണ്ടായി. അതിൻ്റെ ആഹാബിൻ്റെ ഭാര്യ അതിന് വേണ്ട ബുദ്ധിയുപദേശങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ 12-ാം വാക്യം അവിടെ അതിൽ ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു, നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥാനത്തിരുത്തി. അതിൻ്റെ 13-ാം വാക്യം, നീചന്മാരായ 2 ആളുകൾ വന്ന് അവൻ്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിൻ്റെ മുമ്പാൽ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം അവിടെ നടന്നു. എന്നാൽ ദൈവം ഇത് അനുവദിച്ചത് ആഹാബ് ഗ്രഹത്തെ നിർമൂലമാക്കുക എന്ന ഒരു ദൈവിക നിർണയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ നടന്നു. നാബോത്ത് മരണം ഏറ്റെടുത്തു, മരിച്ചു. തൻ്റെ അവകാശം വിട്ടുകൊടുക്കാതെ തന്നെ നല്ല നിലപാടിൽ തന്നെ നിന്ന് താൻ മരിച്ചു. എന്നാൽ അതിൻ്റെ 21-ാം വാക്യം, ഏലിയാവിനെ ദൈവം ആഹാബിൻ്റെ അടുക്കലേക്ക് അയക്കുകയും ആഹാബിനോട് ഇത് മൂലം നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം അവിടെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ 21-ാം വാക്യം, ഞാൻ നിൻ്റെ മേൽ അനർത്ഥം വരുത്തും, നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെ ഞാൻ നിഗ്രഹിച്ച് കളയും. അല്ലെങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ നിർമ്മൂലമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു
മുഖാന്തരം മാത്രമായിരുന്നു ഈ നാബോത്തിൻ്റെ നേരെയുള്ള ഇത്തരമൊരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ നിലയിൽ നമ്മൾ ജീവിതപാതയിൽ കർത്താവിനെ പിൻഗമിക്കുന്ന ആ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഉയർത്തെഴുന്നേറ്റ് ഇനി വേഗം വരുന്ന യേശുക്രിസ്തു എന്ന വരനുമായിട്ട് വിവാഹത്തിന് വധു എന്ന നിലയിൽ ഒരുങ്ങുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ജീവിതത്തിൽ ഈ മരണം ഏറ്റെടുക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിൽ 3 തരത്തിലുള്ള മരണവും നമുക്ക് വഹിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ വെച്ചിട്ടുള്ളതാണ്. അതിനെ നമ്മൾ ഒരവസരമായിട്ട് കാണണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപസംബന്ധമായി മരിക്കുന്ന അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആരംഭത്തിലും തുടർന്ന് ന്യായപ്രമാണ സംബന്ധമായിട്ട്, അതുപോലെ നമ്മുടെ സ്വയത്തിനും ജഡത്തിനും മരിക്കേണ്ട ആവശ്യം, അതുപോലെ ഇതെല്ലാം നമ്മൾ വിശ്വാസത്താൽ ഞാൻ കർത്താവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു വിശ്വാസ കണ്ണും നിശ്ചയവും ഈ കാര്യത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. പൗലോസ് ഈ ജീവിതത്തിലൂടെയൊക്കെ തൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയതൊക്കെ പൗലോസ് ഇത് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് എഴുതുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്നൊക്കെ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് ഇതിനൊക്കെ താൻ മരിച്ചവനായി ഈ ദൈവത്തിൻ്റെ ജീവൻ നേടേണ്ടതിന് ഇതിനെയൊക്കെ താൻ ചവറായി എണ്ണി എന്നൊക്കെ നമുക്ക് അവിടെ പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങളെ കാണാനായിട്ട് കഴിയും. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമ്മൾ ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ അല്ലെങ്കിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ കർത്താവിനെ സേവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള നിർണയമെന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കാം. പൗലോസ് തൻ്റെ ജീവിതത്തിലെ ഒന്നുമില്ലായ്മ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യായപ്രമാണം താൻ മുഴുവൻ അത് തമ്മിച്ച് അനിന്യനായ താൻ എത്രയോ അരിഷ്ടനാണെന്ന് താൻ തിരിച്ചറിഞ്ഞപ്പോഴാണത് പറയുന്നത്. അതിൻ്റെ അവസാനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ശരിക്കും ഈ 7-ാം അധ്യായം അല്ലെങ്കിൽ 8-ാം അധ്യായം ആരംഭിക്കേണ്ടത് ഒരുപക്ഷെ ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നിന്നാണെന്ന് നമ്മളത് വായിച്ചു വരുമ്പം തോന്നിപ്പോകും. അവിടെ അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് 8-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ നമ്മൾ ഇത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അത് നമ്മൾ അന്വേഷിച്ചും ആരാഞ്ഞും കണ്ടെത്തേണ്ടതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ തുറക്കും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോഴതിനുവേണ്ടി നമ്മൾ വെറുതെ നമുക്ക് തരുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ആരാഞ്ഞ് കണ്ടുപിടിക്കണം. നമ്മൾ അതിനനുസരിച്ച് പുതുക്കപ്പെടണം. അത് പുതുക്കപ്പെടുന്നതിനനുസരിച്ചാണ് കർത്താവ് പിന്നെയും നമുക്ക് തരുന്നത് ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ കാറൊക്കെ കണ്ടുപിടിച്ചിട്ട് ചില വർഷങ്ങളെ ആയിട്ടുള്ളൂ. പലതരത്തിലുള്ള ആധുനിക കാറുകളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിനു മുമ്പ് നൂറ്റാണ്ടുകൾ കാർ ഇല്ലാതെയാണ് മനുഷ്യൻ ജീവിച്ചതെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം പിന്നെ അത് നവീകരിക്കപ്പെടുകയും ഏറ്റവും ആധുനീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അതുപോലെ ആണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണവും. ഒരു കാലത്ത് മനുഷ്യൻ ഇങ്ങനെ ന്യായപ്രമാണം അനുസരിച്ചും ഒക്കെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ
കർത്താവിൽ കൂടെ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ദൈവം നമുക്ക് തന്നു. അത് ആരാഞ്ഞ് കണ്ടുപിടിച്ചവർ ആ നിലയിൽ നവീകരിക്കപ്പെട്ടു. അവരെ ദൈവം പുതുക്കി. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്ന വ്യത്യാസം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളതിൽ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ നമ്മൾ നവീകരിക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ അതിൽ കാണുന്ന യാഥാർത്ഥ്യം. അപ്പോൾ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ നമുക്ക് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആത്മാവ് നമ്മളെ ഉപദേശിക്കുന്നു. നമ്മളെ ആദ്യം നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഒരു കുഞ്ഞിനെ ശിശുപാലകൻ നടത്തുന്നു, അതുപോലെ ഇതും നമ്മളെ നടത്തും. ഒരു കൊച്ചു കുഞ്ഞിന് നല്ല തിളങ്ങുന്ന ഒരു ആയുധം അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയോ അരുവായോ അത് കയ്യിലെടുക്കാൻ അതിന് ആകർഷണം തോന്നും. പക്ഷേ അതിൻ്റെ മാതാപിതാക്കൾ അതിനെ അനുവദിക്കുകയില്ല. അതിന് ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. അത് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിലാണ് ഈ പ്രമാണം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രമാണത്തിൻ്റെ ഒരു കാര്യം. പിന്നൊരു കാര്യം നമ്മൾക്ക് ഇത് ഈ നമ്മൾ ചിന്തിച്ച പോലെ യേശുവിൻ്റെ മരണം നമുക്ക് പല വേദനകൾ തരുന്നതാണ്. ആ വേദനയ്ക്ക് പിന്നിലൊരു വലിയ ഗുണമുണ്ട്. നമുക്ക് ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വേദനയില്ലാത്തൊരു ആളാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയുകയില്ല. വേദന, രുചി, മണം ഇതൊക്കെ നമ്മളിലുള്ള ജീവൻ്റെ അടയാളമാണ്. അവിടെ അത്തരം കാര്യങ്ങളൊക്കെ മരിച്ച ഒരാൾക്ക് ഇതൊന്നും വേദന അറിയത്തില്ല, അല്ലെങ്കിൽ നാക്കിന് പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ രുചി അറിയത്തില്ല, മൂക്കിന് പ്രശ്നമുള്ളവർക്ക് മണം അറിയത്തില്ല. ഇതൊക്കെ അവിടെയൊക്കെ ആ സെൽസൊക്കെ മരിക്കുന്നതിൻ്റെ മരണം വ്യാപരിച്ചതിൻ്റെ ഒരു അടയാളമാണ്. എന്നാൽ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദനയോ അല്ലെങ്കിൽ പല അനുഭവങ്ങൾ നമുക്ക് തരുന്നത്, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ളതിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളവുമാണ്. അത് ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് നമുക്ക് പുതിയ സ്വഭാവം നൽകുന്നത്. അപ്പോൾ ആ നിലയിൽ അത് നമ്മൾ അളക്കുന്നത്, നമുക്ക് നമ്മുടെ പുതിയ സ്വഭാവത്തെ നമ്മൾ അളക്കുന്നത് നമുക്ക് പാപത്തോടുള്ള നമ്മുടെ അളവുകോലാണ്. നമുക്ക് പാപത്തോട് എത്രത്തോളം വെറുപ്പ് ഉണ്ട്, പാപത്തോട് എത്രത്തോളം ആകർഷണമുണ്ട്, നമുക്ക് നീതിയോട് എത്ര സ്നേഹമുണ്ട്, താല്പര്യക്കുറവുണ്ട്, അനീതിയോട് നമുക്കുള്ള താല്പര്യം, ഇതൊക്കെ ആണ് നമ്മുടെ പുതിയ സ്വഭാവത്തെ അളക്കുന്നത്. നമ്മൾ പുറമേ നമ്മൾക്ക് ഒരു നല്ല ആളായിട്ട് മനുഷ്യരുടെ മുമ്പിലോ ആരുടെ മുമ്പിലോ ഒക്കെ നമുക്ക് പോകാനായിട്ട് കഴിയും. എന്നാൽ ദൈവം അളക്കുന്ന കാര്യം നമ്മൾ നീതിയോടും അതുപോലെ പാപത്തോടുമുള്ള നമ്മുടെ താല്പര്യം, അതിനോടുള്ള നമ്മുടെ പറ്റുമാനം, ഇതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം തന്ന് നമ്മളെ പുതിയ സ്വഭാവം, ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട സ്വഭാവമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ദൈവം നമുക്ക് സ്നേഹത്തോടെ തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതുപോലെ ഇതൊരു നമ്മളെ തകർക്കുന്ന ഒരു നിയമം കൂടാണ്. നമുക്കൊരു നുറുക്കം വരുത്തുന്ന നിയമമാണ്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ നുറുക്കത്തിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. നമ്മൾ ആറ്റം ബോംബിൻ്റെ തിയറി തന്നെയാണ് ഇവിടെയും ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആറ്റം ഒക്കെ തകർക്കപ്പെടുമ്പോഴാണ് അവിടുന്ന് ഭയങ്കര ശക്തി പുറപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മളെ നുറുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ നടത്തുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ആ നിലയിൽ
നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരിക്കലും ദൈവം നമ്മളെ നുറുക്കുകയില്ല. അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. യോനായുടെ ജീവിതാനുഭവം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, യോന നിനവേലേക്ക് പോകാൻ ദൈവം പറഞ്ഞു. യോന അവിടെ പോകാതെ വഴി വിട്ടുപോയി. യോനായെ തിരിച്ച് നിനവേ തന്നെ കൊണ്ടുവന്നു. യോന അവിടെ നിനവയുടെ തീരത്ത് മത്സ്യം ഛർദ്ദിച്ചു ഇട്ടു. നിനവേക്കാർ ഇതൊക്കെ കണ്ടു. അവിടെ യോന ദൈവത്തോട് പറഞ്ഞ പോലെ, ദൈവം പറഞ്ഞ പോലൊക്കെ നിനവേക്കാരോട് തനിക്ക് താല്പര്യമില്ലെങ്കിലും പറഞ്ഞു. ഇത് കേട്ട് നിനവേക്കാരൊക്കെ തകർക്കപ്പെട്ടു. അവർ മൃഗങ്ങൾ തൊട്ട് കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാവരും അവരുടെ വഴികൾ വിട്ട് തിരിഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇത് പറഞ്ഞ യോനായ്ക്ക് ഒരു തകർച്ച ഉണ്ടായില്ലെന്ന് നമുക്ക് യോനയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. യോന ദൈവത്തിൻ്റെ നിർബന്ധത്താൽ അത്രയൊക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. യോനായ്ക്കൊരു മാറ്റം അതിലൂടെ വന്നില്ല എന്ന് നമുക്ക് യോനയുടെ അനുഭവം കാണാൻ കഴിയും. യോന പിന്നെ പറഞ്ഞു 40 ദിവസം കൊണ്ട് നിനവെ നശിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നിനവേക്കാർ നുറുക്കപ്പെട്ടു. അവർ മനം തിരിഞ്ഞു. അവർ അവരുടെ പാപ വഴികളൊക്കെ വിട്ടു തിരിഞ്ഞു. എന്നാൽ യോന പറഞ്ഞതുപോലെ 40 ദിവസം കഴിഞ്ഞ് ഈ നിനവ പട്ടണം നശിപ്പിക്കപ്പെട്ടില്ല. ദൈവം മനസ്സ് മാറ്റി എന്ന് കണ്ടപ്പോൾ യോനായ്ക്ക് വളരെ കോപം വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ യോനായോട് ദൈവം ചോദിക്കുന്നുണ്ട്, യോനായെ നീ കോപിക്കുന്നത് എന്ത് എന്ന് പറയുമ്പോൾ യോനായുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം യോനായ്ക്ക് അതൊരു നുറുക്കമായിട്ട് തീർന്നില്ല. അല്ലെങ്കിൽ ഇത്രയും പേര് മനം തിരിഞ്ഞൊരു വലിയ മാറ്റം അവിടെ ദൈവികമായി ഉണ്ടായതിലുള്ള ഒരു സന്തോഷമല്ല യോനായ്ക്കുണ്ടായത്. യോനായ്ക്കുണ്ടായത് കൂടുതൽ യോന കഠിനപ്പെടുകയാണ് അവിടെ ചെയ്തതെന്ന് കാണും. മരണപര്യന്തം ഞാൻ കോപിക്കുന്നത് വിഹിതമെന്നാണ് യോന ദൈവത്തോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മളെ നുറുക്കത്തിലേക്ക് നയിക്കുകയും അതിലൂടെ ദൈവശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതിൽ നമുക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് നമ്മൾ വളരെ നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ആ സത്യം നമ്മൾ അംഗീകരിക്കുകയും ദൈവം മുമ്പാകെ അത് സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ നടക്കാനുള്ള വഴി. അതുമാത്രമല്ല, നമ്മൾ തുടർന്നും അങ്ങനെ ഞാൻ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, നമ്മുടെ ഹൃദയം കർത്താവിൽ തന്നെ വെക്കുക. ആ നിലയിൽ നമ്മളെ ഈ ജീവൻ്റെ മാർഗത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം തന്നിരിക്കുന്നത് നമ്മളെ സ്നേഹിച്ചാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഇതാണ് ദൈവം ഇതിലൂടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഈ പറയുന്ന പോലെ യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഏറ്റെടുക്കുന്നവരിലൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടും എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക അനുഭവം വരും. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ദേവദാസൻ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യും പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളൊരു കയ്യുറയും അകത്തൂടെ ഒരു കൈ വർക്ക് ചെയ്യുകയും ചെയ്യുക. കാണുന്നത് കയ്യുറയാണ് കാണുന്നത്, പക്ഷെ വർക്ക് ചെയ്യുന്നത് കൈയാണ്. അതാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മരണം യഥാർത്ഥമായിട്ട് ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ പ്രായോഗിക തലത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം. നമ്മൾ ആ ദൈവത്തിൻ്റെ ജീവനാൽ നടത്തപ്പെടുക, നമ്മളെ ദൈവത്തിൻ്റെ ജീവൻ നിയന്ത്രിക്കുക, നടത്തുക, അത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. അതുപോലെ ഈ മരണത്തെക്കുറിച്ച് പറയാൻ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഒടുവിലത്തെ ശത്രുവായ മരണമെന്നാണ്. ഈ മരണത്തിൻ്റെ വിവിധ അനുഭവങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ വിശ്വാസികൾക്കുള്ള മരണം അല്ലാത്ത ലോകപ്രകാരമുള്ള മരണത്തെക്കുറിച്ചും പാപസംബന്ധമായി മരിക്കുന്നതും പാപത്തിൽ മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. പാപസംബന്ധമായി മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ നിലയിൽ മരണം സംഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളമാണ് ക്രിസ്തുവിലുള്ള മരണം സാധ്യമാക്കുന്നത്, ക്രിസ്തുവിൽ മരിക്കാനായിട്ട് കഴിയുന്നത്.
ഒന്ന് തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നല്ലോ. നമുക്ക് വളരെ പരിചിതമായ വാക്യഭാഗങ്ങളായതുകൊണ്ട് എല്ലാ ശവസംസ്കാരത്തിലും ഇത് പറയുന്നതായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് വളരെ ഗുരുതരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആ നിലയിൽ യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചവർ, യേശുവിൻ്റെ മരണ ശരീരത്തിൽ ഏറ്റെടുത്ത് യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചവർക്ക് തന്നെ വീണ്ടും മരിക്കാമെന്നുള്ള വളരെ അപകടകരമായ ഒരു കാര്യത്തെ ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ കായീൻ്റെ വഴിയിലും കോരഹിൻ്റെ മത്സരത്തിലും ബിലയാമിൻ്റെ വഞ്ചനയിലും ആ നിലയിൽ പോകുന്നവരെക്കുറിച്ച് പറയുന്ന അവരെക്കുറിച്ച് രണ്ടുരി ചത്തവരെന്നാണ്. അവർക്ക് ജീവൻ്റെ അവകാശികളായിട്ട് ഉള്ളവരായിരുന്നു, പക്ഷേങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തെ അവർ ആ നിലയിൽ ഗൗരവമായിട്ട് എടുക്കാത്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ രണ്ടാമത് സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സർദീസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് നമ്മളവിടെ കാണുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ എനിക്കുണ്ട് എന്നും അവിടെ പറയും. അപ്പോൾ ഈ മരണം രണ്ടാമതും വ്യാപരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. വ്യക്തികളിലും കുടുംബങ്ങളിലും സഭയിലും ഒക്കെ അത് വ്യാപരിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ മരണം രണ്ടാമതും വ്യാപരിക്കുന്നത് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ ഉണർന്നില്ലെങ്കിൽ, അതിനകത്ത് നമ്മൾ ജാഗ്രതയുള്ളവരല്ലെങ്കിൽ ഈ മരണം പിന്നെയും വ്യാപരിക്കും എന്നാണ് ഇവിടെ ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. യേശുവിൻ്റെ മരണം നമ്മൾ നിരന്തരം ഏറ്റെടുത്താലുള്ള ഗുണകാര്യങ്ങളെക്കുറിച്ചുകൂടെ നമുക്ക് ചിന്തിക്കാം. ഇതിൻ്റെ അപകടമാണെങ്കിൽ ഇത് നമ്മൾ ഏറ്റെടുത്താലുള്ള ഗുണങ്ങൾ കൂടെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ അവസാനത്തിൽ ആദ്യത്തിലാണ് നമ്മൾ യേശുവിൻ്റെ മരണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ അവസാനം 16 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിന് അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ നമ്മുടെ ഈ അകമയുള്ള മനുഷ്യൻ്റെ ആരോഗ്യവും ത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നിരന്തരം യേശുവിൻ്റെ മരണം ഏറ്റെടുക്കുകയും യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പോഴത് നമുക്ക് തേജസ്സിൻ്റെ നിത്യകാലം കിട്ടുവാൻ ഹേതുവാക്കുന്നു. അതുകൊണ്ട് ഇതിനെയാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത്, കാണുന്നതല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിവിടെ പറയുന്നു. അപ്പം നമ്മുടെ പുറമേ കാണുന്ന ഒരു ആത്മീയ അനുഭവങ്ങളുമല്ല, നമുക്ക് ഉള്ള ആത്മീയ പരിവേഷങ്ങളല്ല, അകമയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദൈവം പ്രാധാന്യമായിട്ട് നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് അകമേ ഉള്ള മനുഷ്യൻ്റെ ശക്തിയാണ്. അതാണ് നമുക്ക് കാണാത്ത അതും നിത്യമായ കാര്യങ്ങളെ നമുക്ക് തരുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളൂടെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. എബ്രായർ 9-ന്റെ 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളിലുള്ള അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടേക്ക് ഉള്ള വഴിയാണ് ദൈവം നമുക്ക് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ തുറന്ന് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം എന്നുള്ളതൊക്കെയാണ് ഈ യേശുവിൻ്റെ മരണം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ നമുക്ക് അനുഭവമാക്കാവുന്ന കാര്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയും ആ നിലയിൽ നമുക്ക് ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്ന
അനുഭവം, ആ വഴിയാണ് ദൈവം നമുക്ക് തുറന്നിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കാനായിട്ടാണ് ദൈവം നമ്മളെ അത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഉള്ളിലെ അനുഭവമാണ്. നമുക്ക് അകത്തെ മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാൻ എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറയുന്നു. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആ പുതുക്കം പ്രാപിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ ചില വാക്യങ്ങളും നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് പ്രാപിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ ഒക്കെയും ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരും മനസ്സലിവും ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, ഇതൊക്കെ അകമേയുള്ള മനുഷ്യൻ്റെ അലങ്കാരമായിട്ട് ദൈവം തന്നിരിക്കുന്നു. ഇതിലേക്ക് നമ്മളെ നടത്തുന്ന പ്രമാണമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അത് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അനുദിന ജീവിതത്തിൽ. അപ്പോൾ ആ നിലയിൽ ഇതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ, അല്ലെങ്കിൽ നമ്മുടെ നുറുക്കത്തിലൂടെ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങളെ ധാരാളമായിട്ട് തരും. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നെല്ലാം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ആ നിലയിൽ നമുക്ക് ഈ മരണമെന്നുള്ള പ്രതിഭാസത്തെ, അല്ലെങ്കിൽ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ജീവനും എന്നുള്ള ആ അനുഭവത്തെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ഇത് ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഈ അനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതൊരു മരണത്തിൻ്റെ പ്രമാണമാണ്. എന്നാൽ ജീവൻ്റെ വൃക്ഷം എന്നൊരു ഫലവും കൂടെ അവിടെ വെച്ചിരുന്നു. അതാണ് ഈ മരണത്തിൻ്റെ തായ് വേരെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അത് സംഭവിച്ചത് മനുഷ്യനിൽ മോഹം ഉണ്ടാക്കി അത് പാപമാക്കി തീർക്കുകയാണ് ചെയ്തത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ അതാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഈ മരണത്തിൻ്റെ അനുഭവങ്ങളെ മുടിയൻ പുത്രൻ്റെ അനുഭവത്തിൽ നമ്മൾ കാണാനായിട്ട് കഴിയും. പിതാവ് പറയുന്ന കാര്യം, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു മരിച്ച അവസ്ഥ, തൻ്റെ ആത്മീയ അനുഭവങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി അതെല്ലാം നാനാവിധമാക്കി പോയ അനുഭവത്തിലാണ് ആ മരണം അവൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചത്. ആ മരിച്ച അവസ്ഥയിൽ ഒരിക്കലും ആ പിതാവ് അവനെ അന്വേഷിച്ച് ചെന്നിട്ടില്ല. എന്നാൽ അവൻ മനം തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവൻ ചില തീരുമാനങ്ങൾ എടുത്തു. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും, ഞാൻ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കരുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറായി പോയ മകനോട് അതൊന്നും പറയാൻ സമ്മതിക്കാതെ അവനെ തിരിച്ചു ജീവനിലേക്ക് കൊണ്ടുവന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ആ നിലയിൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് ഇപ്പം നടന്നാലും നമ്മൾ മരിക്കും നിശ്ചയമെന്ന ദൈവവചനം നമ്മളോട് പറയുന്നു. എന്നാൽ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ നടക്കാൻ.
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഈ മരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമുക്ക് കേട്ടാൽ അത് എങ്ങനെയെന്ന് തോന്നിപ്പോവും. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ആ, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചു. ആ നിലയിൽ നമുക്ക് ആ, ആ ജീവനെ കാണാം, മരണത്തെ കാണാം. ആ ആ നിലയിൽ നമുക്കിതിനെ ഗൗരവമായിട്ട് എടുക്കാം. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണത്തെയും ഏറ്റെടുക്കുന്നതും യേശുവിൻ്റെ ജീവൻ പ്രാപിക്കുന്നതും, അതുപോലെ ഈ ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ജയിക്കുവാനുള്ള വഴിയിലൂടെ നടത്തപ്പെടുന്ന അനുഭവങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ഒടുവിലായിട്ട് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഈ അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തട്ടിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ മരണം എന്ന് പറയുന്നതിൻ്റെ അശാശ്വതമായ അവസാനം അവിടെ ബൈബിളിൻ്റെ അവസാന അധ്യായങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് ഈ അനുഭവങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കിയെടുക്കാം. ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ എന്നെയും താഴ്ത്തി സമർപ്പിക്കും. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ ഈ വചനത്തിൽ നിന്ന് ഇരിക്കാൻ താല്പര്യപ്പെടും. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ പിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് അല്പസമയം ആയിരിക്കാൻ തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയും അത് വായിക്കുകയും സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. കർത്താവെ, ഇത് ഞങ്ങൾക്കതെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉപകാരമായിട്ട് വരണം. അത് ഞങ്ങളെ ജീവനിലേക്കും സമൃദ്ധിയായ ജീവനിലേക്കും പിന്നെ മുമ്പോട്ട് നടത്തും. ഞങ്ങൾ കർത്താവിൻ്റെ വരവിനായിട്ട് എല്ലാ നിലയിലും ആ നിലയിൽ ഒരുക്കപ്പെടാനിടയായിത്തീരണം. കർത്താവെ, ഇതിനൊക്കെ കൊള്ളാവുന്നവരായിട്ട് നിൽക്കാൻ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം. അതിനവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൃപയും ഞങ്ങൾക്ക് ഇല്ലാതെ കഴിയുകയില്ല കർത്താവെ. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ പിന്നെയും ആ നുറുക്കത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നടത്തപ്പെടേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.